കാവടി തുള്ളി പോകുന്നത് വേറെ എവിടേക്കുമല്ല. ഇനിയുള്ള 4 ദിവസം ഞങ്ങൾ രണ്ടുപേരും കൊല്ലം ജില്ലയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപുള്ള കലാപരിപാടികളാണ്. അച്ഛൻ സാധാരണ പോലെ 1 മണിക്കൂർ മുമ്പേ തുടങ്ങി സമയം വൈകി അങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. അത് അച്ഛയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. ഈ കലാപരിപാടികൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ ആയല്ലോ. അതേപോലെ ഇറങ്ങിയിട്ട് പോലെ ഇതാണ് സീറ്റ്, അവിടെ ഇരിക്കണം, വെള്ളം കുടിക്കണം, മക്കളെ സുഖമായിട്ട് ഉറങ്ങണം, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. ഇതാ മാഡം പ്രോട്ടീൻ സാലഡ് കഴിക്കുന്നു. എൻ്റെ എല്ലാ ഓരോ ഭക്ഷണത്തിന് ശേഷം ശരീരം മൂവ് ചെയ്യണം എന്നുള്ളത് മാഡത്തിന് വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ മാഡം ചെയ്യുന്ന കലാപരിപാടികൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല യാത്രയായിരുന്നു. കുറച്ച് ചൂടുണ്ടായിരുന്നു എന്നൊരു സംശയം. അതിന് ഇടയ്ക്ക് കൂടെ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തു. ഞാനവിടെ ഇങ്ങനെ യാത്രകളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കണ്ടോ, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാഫ് മസിൽസ് മൂവ് ചെയ്യണം, എന്നാലേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. വെറുതെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് മൂവ് ചെയ്യാണ്. അതിൻ്റെ ഇടയിലുള്ള നൃത്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്ര സമയം ഇരിക്കുകയാണ്. എൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ മാഡം മൂവ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെയാണ് മാഡത്തിൻ്റെ പ്രധാന പണി. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരുമിച്ചിട്ട് പോണത്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കൊല്ലത്ത് 4 ദിവസത്തെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങളിതാ കൊല്ലം ജില്ല എത്തിയിരിക്കുന്നു. നമ്മളെ പിക്ക് ചെയ്യാൻ ആൾ വന്നു. വണ്ടിയിലിതാ നമ്മുടെ താമസ സ്ഥലത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മളെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ചര ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1:30, 2:30 ഒക്കെ സമയമായി. അവിടെ റൂമിലെത്തി. ഞങ്ങൾ ഇവിടെ കൊല്ലത്ത് മുമ്പൊക്കെ വന്ന ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ വന്നിട്ടുള്ള നൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കണ്ട് ശുന്തിരി കുഞ്ഞുമണിയാണിത്. കുഞ്ഞുമണിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം കളിച്ചു, ഉമ്മ കൊടുത്തു. ഈ ശുന്തിരി കുട്ടിയുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ് കഴിച്ചത്. വിശപ്പിനിടയിൽ ആ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇവിടെയാണ് ഇന്ന് വൈകിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ 4 ദിവസം ഇവിടെ നമ്മൾ 4 ദിവസത്തെ ഡാൻസ്, യോഗ, മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അതിന് റെഡിയായി. ആൻഡ് കോഴ്സ് തുടങ്ങി. 20-ൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സെഷൻ ഞങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ കാറിൽ കയറി ഭക്ഷണം കഴിക്കാൻ കൊല്ലത്തുള്ള പഴയിടം രുചി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ പോയി അതിനുശേഷം ഇന്ന് രാത്രി ഡിന്നറൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മൾ ഹെൽത്തി കുട്ടന്മാരായതുകൊണ്ട് രാത്രി ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് തീരുമാനം എടുത്തെങ്കിലും സെഷൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അവിടുത്തെ രഞ്ജിത്തേട്ടനും ചേച്ചിയും കുട്ടിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ വന്ന് ഞാൻ ഗോതമ്പ് പുട്ടും കടലയാണ് പറഞ്ഞത്, പപ്പടം. ചിന്നു മസാല ദോശ, അവൾ മസാല ദോശയുടെ ആളാണ്. അവിടുന്ന് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. 1-2 പേര് നമ്മളെ കണ്ടിട്ട് സിനിമയിലുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ടാറ്റ പറഞ്ഞ് ഇതാ തിരിച്ച് റൂമിലെത്തി. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.